എല്ലാവർക്കും ഹോക്കറാസിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നത്തെ പോലെ തന്നെ യൂസ്ഡ് കാറിൻ്റെ വീഡിയോസ് ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ ഞാൻ 3 കാറിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. ഇന്ന് ഞാൻ പിക്ക് ചെയ്യുന്നത് ഇന്നോവ ക്രിസ്റ്റ ഉണ്ട് 2016 മോഡൽ, അതേപോലെ ഹോണ്ട അമേസ് ഉണ്ട്, അതേപോലെ ടൊയോട്ടയുടെ ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും ഇൻറ്റീരിയറും കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. ഒപ്പം കൂട്ടത്തിൽ നമ്മുടെ മറ്റ് വെഹിക്കിൾസ് ഏതെല്ലാം ഉണ്ടെന്നുള്ളതും ഇന്നത്തെ ദിവസത്തിൽ ഏതൊക്കെ ഉണ്ടെന്നുള്ളതും, അതായത് ഈ 21/10/2025 നമ്മുടെ അടുത്ത് ഏതൊക്കെ വണ്ടികളുള്ളതെന്നുള്ള കാറ്റഗറി ഞാനൊന്ന് വേഗത്തിൽ പോയിട്ട് വരാം. നമുക്ക് എന്താ പറയുക, അധികം സമയം ഞാൻ ഈ ബ്ലോഗിൽ അങ്ങനെ കളയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ എത്രയും വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2016 ഇന്നോവ ക്രിസ്റ്റയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 170 ഓടിയേക്കാണ്. 15 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്കപ്പോൾ വണ്ടിയിലൊന്ന് കയറി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് ഇൻറ്റീരിയർ ഒന്നും കാണിക്കുന്നില്ലെന്നാണ്. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ പോർഷൻ കവർ ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാം. ക്ലാരിറ്റി എത്രത്തോളം കിട്ടും എന്നുള്ളത് അറിയില്ലെങ്കിലും നമ്മളെന്താ പറയുക, ഇൻറ്റീരിയർ മാക്സിമത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ലക്ഷറീസ് ആണ്. 7 സീറ്ററാണ്, മാനുവലാണ്, G4 ആണ്. അതേപോലെ തന്നെ കിലോമീറ്റർ കണ്ടായിരുന്നല്ലോ, കിലോമീറ്റർ ആദ്യം കാണിച്ചു 170. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ സൈഡ് വരുന്നത്. എല്ലാം കൊണ്ടും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 2016 മോഡൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 15. പിന്നെ നമുക്ക് ഹോണ്ട അമേസിലോട്ട് പോവാം. അമേസ് ഓൾറെഡി ഓപ്പൺ ആണെന്ന് തോന്നുന്നു. ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിയിട്ടുണ്ട്. ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി എടുക്കുന്നതാണ്. ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക്, ബാക്കി ഡിജിറ്റൽ ഡിസ്പ്ലേ കൺസോൾസ്, അതുപോലെ സ്റ്റിയറിങ്ങിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ബാക്ക് നല്ല പുത്തൻ വണ്ടി കേട്ടോ, 2023. അതിൽ വലിയ ഓട്ടോ കാര്യങ്ങളൊന്നും ഓടിയിട്ടുണ്ട്. 46,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല ഓട്ടോ ഓടിയിട്ടുണ്ട്. എന്നാലും വണ്ടി നല്ല നീറ്റാണ്. നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ആസ്കിംഗ് പ്രൈസ് 8.5 ലക്ഷം രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക, അതിൽ കോൺടാക്ട് ചെയ്യുക. ആ കാറ്റഗറിയിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഷോറൂം വിസിറ്റ് ചെയ്തിട്ടൊന്ന് ഓടിച്ചു നോക്കുക, വണ്ടി ഓടിച്ചു നോക്കുക, അതിൻ്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഗ്ലാൻസ 2023 മോഡൽ തന്നെ. അതും അത്യാവശ്യം എന്താ പറയുക, ഒരു പ്രീമിയം ഫിഗർ പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. കൺസോള് ഇതാണ് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. സ്റ്റിയറിങ്ങിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ് ഇത്തിരി കുറവുണ്ട് എങ്കിലും ഇതൊക്കെ ഞാനൊന്ന് കവർ ചെയ്ത് പോകുന്നു. ഗിയർ കണ്ടല്ലോ. ഓക്കെ, ഇന്ന് പറഞ്ഞ 3 വണ്ടിയിൽ ഞാൻ കവറാക്കിയിട്ടുണ്ട്. മൊത്തത്തിലല്ല, എന്നിരുന്നാൽ പോലും എന്താണ് ഒരു ബേസ് ഐഡിയ എന്നുള്ള കൺസെപ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഇത് സ്വിഫ്റ്റ് ഡിസയർ. ഈ ഡിസയർ 2018 മോഡലാണ്. പെട്രോൾ വിത്ത് CNG ആണ്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം 20-21 മൈലേജ് വരുന്നുണ്ട്. CVT ഓട്ടോമാറ്റിക് പെട്രോൾ വരുന്നതാണ്. ഇത് താല്പര്യമുള്ളവരൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം എക്സിക്യൂട്ട് ചെയ്യാം. 6 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് പറയുന്നത്. നെഗോഷ്യബിൾ പ്രൈസാണ്. ഒരു ഡിസയർ അന്വേഷിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം വന്നാൽ നമുക്കത് ഡീലാക്കാം. നല്ല ഉഗ്രം വണ്ടിയാണ്. നല്ല ഒരു എന്താ പറയുക, ബാഡ് പറയാനില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് പറയാനില്ല. വണ്ടിക്ക് CNG ഒക്കെ നല്ല അത്യാവശ്യം നല്ല അഡീഷണൽ ടോപ്പ് കിറ്റാക്കി കയറ്റിയേക്കുന്നത്. അപ്പോൾ അതങ്ങനെ
പിന്നെ നമ്മുടെ നോർമൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വെഹിക്കിൾസ് ആണ് ഉള്ളത്. അത് ലൈറ്റിൻ്റെയും അതേപോലെ ആ ഒരു എസ്റ്റിമിൻ്റെയും പ്രൈസിങ് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഒരു പോളോ വന്നിട്ടുണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പോളോ 2014 മോഡലാണ്. അപ്പോൾ അതേതാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇടാം. അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പറയാം. കാരണം ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ കിട്ടാനുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ്. ഓക്കെ ഗൈസ്, ഒരു പോളോ അങ്ങനെ വന്നിട്ടുണ്ട്. പോളോ നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ്. ഇനി അതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ നോക്കി ഓൺഷിപ്പൊക്കെ നോക്കിയതിന് ശേഷം വേണം എന്താണ് ഏതാണെന്നുള്ള വില ഭാഗം പറയാനായിട്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തേക്ക് വീഡിയോ വില പറഞ്ഞ് വിട പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ് ഫ്രം ഓക്രാസ്.